ഹോം തിയേറ്ററിലാണ് ഞാനിന്നത് പരീക്ഷിക്കാൻ പോകുന്നത്. ഇത് F1Dൻ്റെ ഹോം തിയേറ്ററാണ്. ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഇത്രയും സ്ക്രൂ ഉണ്ട്. നമുക്കിത് ആദ്യം അഴിക്കണം. നമുക്കപ്പോൾ ഈ സ്ക്രൂകളൊക്കെ ഒന്ന് അഴിച്ച് മാറ്റാം. ഞാനിപ്പോൾ ഇതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുറത്തോട്ട് അഴിച്ചെടുക്കാം. എന്നിട്ട് ഈ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന വയറൊക്കെ നമുക്കൊന്ന് അഴിച്ചു മാറ്റാം. ഇനി ഇവിടെ ഒരു സപ്ലൈ വരുന്ന വയർ കൂടി ഉണ്ട്, അതുകൂടി അഴിച്ചെടുക്കാം. ഇനി ഈ സൈഡിൽ ഈ ഒരു വയർ, പിന്നെ ഈ ഒരു വയർ, ഇത്രയേ ഉള്ളൂ ബോർഡിൽ നിന്ന് ബോക്സിലോട്ടുള്ള കണക്ഷൻ. ഇപ്പം ഇതിലിപ്പോൾ കാണാമല്ലോ, ഇപ്പം 1 2 3 ബോർഡ് ഉണ്ട് ഇതിൽ. നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ബോർഡ് ഇപ്പോൾ എന്തായാലും നമുക്ക് മാറ്റി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ബോർഡിൽ നമ്മളിപ്പോൾ അഴിച്ച വയറുകൾ എല്ലാം നോക്കിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് കൊടുത്തത് കറക്റ്റ് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഈ ബോർഡ് ഫുള്ളായിട്ട് പോകുന്നതിന് കാരണമാകും. അപ്പോൾ നമ്മൾ അഴിച്ച വയറൊക്കെ നോക്കണം. പിന്നെ ഇതിലിപ്പോൾ വേറെ കുറേ കണക്ഷൻ ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ബോർഡ് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യം ചെയ്യാം. ഇനി നമുക്ക് ഈ ഹോം തിയേറ്ററിൻ്റെ അകത്തുള്ള ഈ സ്പീക്കറിൻ്റെ ഈ 4 സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കണം. നമുക്ക് ആ 4 സ്ക്രൂ അഴിക്കാം. നമ്മൾ ആ 4 സ്ക്രൂവും അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്പീക്കർ പൊക്കാം. അതിന് മുമ്പ് ഒരു കാര്യം, ഈ കാണുന്ന പച്ച വയറാണ് ആ സ്പീക്കറിൻ്റെ കണക്ഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇവിടെ ഇത് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്പീക്കർ എടുക്കുമ്പോൾ ആ വയർ പൊട്ടിപ്പോവാതെ നോക്കണം. നമുക്ക് സ്പീക്കർ പൊക്കാം. വയർ പൊട്ടാണ് നമ്മൾ സ്പീക്കർ കമത്തി വെച്ച് ഇപ്പം ഈ സ്പീക്കറിൻ്റെ 2 കണക്ഷൻ വരുന്ന വയറിൽ നമുക്കൊരു വയർ ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു വയർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ വയർ നമുക്കിതിലിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം, സോൾഡർ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സോൾഡർ വെച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പിരിച്ച് വെച്ച് കൊടുത്താൽ മതി, എന്നാലും കുഴപ്പമില്ല. കണക്ഷൻ ഷോർട്ട് ആവാതെ നോക്കണം. അപ്പോൾ നമുക്ക് ഈ വയർ ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പിരിച്ച് വെക്കുന്നതിലും കുറച്ചും കൂടി എളുപ്പം സോൾഡർ ചെയ്യുന്നതായിരിക്കും. അപ്പം 2 വയറും ഒരു ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. സോൾഡർ ചെയ്യാണ്ട് തന്നെ ടൈറ്റാക്കി. ഞാൻ അടുത്ത് ചെയ്യേണ്ടത്, ഈ നെറ്റിൽ ചെറിയൊരു ഹോള്, ഒരു വയർ കിടക്കാൻ വേണ്ടിയുള്ളൊരു ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്കൊരു ചെറിയ ഹോൾ അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെയുള്ള നെറ്റിൽ ഹോൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വലിയ ഹോൾ ഇടരുത്. കാരണം വലിയ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും എലിയോ പല്ലിയോ അതൊക്കെ ഈ ബോർഡിൽ കയറി ബോർഡ് നശിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ബോർഡ്, അപ്പോൾ പെട്ടെന്ന് നശിക്കാനുള്ള സാധ്യത ഉണ്ടാവും.
വയർ ഇപ്പുറത്തൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സ്പീക്കർ നേരിടാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബലമായിട്ടൊന്നും പിടിച്ചത് കീറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മുമ്പത്തെ എഫക്റ്റ് കിട്ടൂല. നമുക്ക് ഈ സ്പീക്കറിൻ്റെ സ്ക്രൂസ് ഇട്ട് കൊടുക്കാം. നാല് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് തിരിച്ച് അടച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബോർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ നേരത്തെ അഴിച്ചിട്ട കണക്ടറെല്ലാം തിരിച്ചിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. നീളം കൂടി വരാനും നമുക്ക് ആദ്യം നോക്കി ഇതിൽ കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അഴിച്ചെടുത്ത അടുത്ത വയർ അടുത്ത വയർ സബ്വൂഫറിൻ്റെ വയർ നമുക്ക് പിന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിലൊരു പിന്നും കൂടെ ബാക്കിയുണ്ട്. ആ പിന്നും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. പവർ വരുന്ന കേബിളാണ്, നമുക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കാം. അത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഓക്കെയാണ്. ഇനി വയറൊന്നും കണക്ട് ചെയ്യുന്നില്ല. നമുക്കിത് കണക്ട് ഇതിലോട്ട് തന്നെ കയറ്റി കൊടുക്കാം. ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സ്ക്രൂ ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. Inside your self-righteous symphony, I would rather let this go. അങ്ങനെ നമ്മളിതിൻ്റെ സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് LED, ഇത് 12 വോൾട്ടിൻ്റെ സ്ട്രിപ്പ് LED ആണ്. ഓക്കെ, അപ്പം ഈ LED നമുക്ക് ഈ നമ്മൾ പുറത്തോട്ടിട്ട് ഈ വയറിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഇൻസുലേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇൻസുലേറ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്കിനി കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഇൻസുലേറ്റ് ചെയ്യാണ്ട് തന്നെ ഇട്ടേക്കണേ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം LED ഇപ്പം കോൺക്രീറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. LED ഇവിടെ ഇങ്ങനെ നിരത്തിയിരിക്കുന്നു. ലൈറ്റ് കാണത്തൊക്കെ എത്തി. ഓക്കെ, ഇനി നമുക്കിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പം നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം.